നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കരിയറിൽ ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് നടൻ ദിലീപ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ശേഷം ദിലീപിന് സിനിമാ രംഗത്ത് ഇനി വീണ്ടും ശോഭിക്കാനാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ദിലീപിന്റെ സ്വകാര്യ ജീവിതം വലിയ തോതിൽ ചർച്ചയായതാണ്. മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനം, കാവ്യയുമായുള്ള രണ്ടാം വിവാഹം എന്നിവയെല്ലാം ചർച്ചയായി മാറിയിരുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. വിധി വന്നതിന് പിന്നാലെ വലിയ ആഹ്ലാദമാണ് ദിലീപ് പ്രകടിപ്പിച്ചത്. ഈ കേസിൽ തനിക്കെതിരെയാണ് യഥാർത്ഥ ഗൂഢാലോചന നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ കുരുക്കിയതാണെന്ന് ആവർത്തിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. മുൻ പങ്കാളി കൂടി ഉൾപ്പെട്ട ആസൂത്രണം ഇതിന് പിന്നിലുണ്ടെന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞത്. നടി ആക്രമിച്ച 6 പേർ അകത്തായി 2 മാസം കഴിഞ്ഞ് ദിലീപ് ജയിലിലായല്ലോ. ദിലീപ് അറസ്റ്റിലായ അന്ന് രാത്രി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആദ്യമായി ഞാൻ പോയി. എന്റെ സിനിമയിലെ നായികയാണ് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി. ആ വാർത്ത വന്ന വെളുപ്പാൻ കാലം മുതൽ ഈ കേസ് പഠിക്കുകയായിരുന്നു ഞാൻ. ഡിങ്കൻ എന്ന ദിലീപിന്റെ 3D പടത്തിന്റെ പൂജയ്ക്ക് നിർമ്മാതാവ് വിളിച്ചിരുന്നു. അതുവരെ ഹായ് ബന്ധം മാത്രമുള്ള ദിലീപിനെ അവിടെ വെച്ച് ഞാൻ കണ്ടു. ലോക്നാഥ് ബെഹ്റ സാറായിരുന്നു മുഖ്യ അതിഥി. അദ്ദേഹവും ദിലീപും വിളക്ക് കൊളുത്തി. ദിലീപുമായി കുറെ നേരം സംസാരിച്ച് അവർ പോയി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ദിലീപിനെ മാറ്റി നിർത്തി ഒരു കാര്യം പറഞ്ഞു. ഞാനൊരു വാർത്ത അറിഞ്ഞു. വിശ്വാസയോഗ്യമായിടത്ത് നിന്നാണ് ഞാൻ അറിഞ്ഞത്. 2-3 ദിവസത്തിനകം നടി ആക്രമിച്ച കേസിൽ നിങ്ങളെ കേസ് അന്വേഷിക്കുന്നവർ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അതിശയത്തോടെ നോക്കിയ ദിലീപിന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഒരു തമാശ കേട്ട മട്ടിൽ ദിലീപ് എന്നെ നോക്കി ഒന്നൊന്നര ചിരി ചിരിച്ചു. ചിരിക്കേണ്ട, നിങ്ങളെ കുഴി തോണ്ടാൻ നടക്കുന്ന നിങ്ങളുടെ പഴയ കക്ഷി 2 ദിവസം മുൻപ് എന്റെ പാർട്ടി സെക്രട്ടറിയെ അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിൽ വെച്ച് കണ്ടു. മുൻകൂർ ജാമ്യത്തിനായി എത്രയും വേഗം നീങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് മുൻകൂർ ജാമ്യത്തിന് പോയിരുന്നെങ്കിൽ ഈ 88 ദിവസം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലാത്തപ്പോൾ എന്തിനു മുൻകൂർ ജാമ്യത്തിന് പോകണം? ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ ഭായി എന്നാണ് ദിലീപ് എന്നോട് ചോദിച്ചത്. ഞാൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മടങ്ങി. ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു. എനിക്ക് അത്ഭുതം തോന്നിയില്ല. കാരണം അയാളുടെ പഴയ പാർട്ട്ണർ എങ്ങനെ അയാളെ ചട്ടിയിലാക്കാം, കത്തിക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന കക്ഷിയാണ്. ഏത് വഴിയിലൂടെയും പാർട്ടി സെക്രട്ടറിയെ കാണാൻ മകന്റെ പിന്തുണയോടെ അവർ കളമൊരുക്കി എന്നറിഞ്ഞപ്പോൾ തന്നെ കുരുക്കുമെന്ന് മനസ്സിലായിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞത്. അതേസമയം ദിലീപിനെ ചിലർ കുടുക്കിയതാണെന്നാണ് സംവിധായകന്റെ വാദം. ഇതേക്കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിൽ ശാന്തിവിള ദിനേശ് സംസാരിച്ചിരുന്നു. ദിലീപിന് വേണ്ടി താൻ സംസാരിക്കുന്നതിന് കാരണമുണ്ടെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു. നീ എന്തിനാണ് വേണ്ടാത്ത പുകിൽ പിടിക്കുന്നതെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും എന്നോട് ചോദിക്കാറുണ്ട്. എന്റെ ബാല്യം പോലെ കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ ജീവിച്ച് സ്വന്തം അധ്വാനത്തിലൂടെയും ബുദ്ധിയിലൂടെയും ഭാഗ്യത്തിലൂടെയും പടിപടിയായി വളർന്നു വന്ന യുവാവിനെ ആസൂത്രിതമായി കൊടുക്കാൻ ഒരു സംഘം പെണ്ണുങ്ങൾ ഇറങ്ങി. അവർക്ക് പിന്തുണയുമായി പ്രൊഫഷണൽ പകയുള്ള ഒരു പിടി മീശ വെച്ചവന്മാർ കൂടെ കൂടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന നാഗ യക്ഷിമാരുടെ ചെയ്തികൾ കണ്ടപ്പോൾ ഇതല്ലല്ലോ ശരിയെന്ന സ്വയം ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ദിലീപ് തെറ്റുകാരനല്ല എന്ന് വാദിച്ചു തുടങ്ങിയത്. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ദിലീപ് ജയിലിലാണ്. എനിക്ക് അയാളെ പരിചയവുമില്ല. എന്നാൽ ആ നടി എനിക്ക് പ്രിയപ്പെട്ടവളുമായിരുന്നു. അന്ന് അവർക്ക് ദിലീപ് ഈ കേസിൽ ഉൾപ്പെട്ടവനുമായിരുന്നില്ല. 3 മാസത്തിന് ശേഷം ദിലീപിനെ ഒരു കാലത്ത് ജീവനോളം സ്നേഹിക്കുകയും പിന്നീട് കള്ളത്തരങ്ങൾ വീഡിയോ തെളിവുകളോടെ ദിലീപ് പിടിക്കുകയും ചെയ്തപ്പോൾ ശത്രുവാകുകയും ചെയ്ത ഒരു വിചിത്ര ജന്മം ഈ നടിയോടൊപ്പം കൂടെ കൂടി. എല്ലാം ദിലീപിന്റെ തലയിൽ വെച്ചുകൊടുത്തതാണല്ലോ കേസിൽ ദിലീപിനെ ഒഴിവാക്കിയിട്ടും ചാനലുകാരും അവർക്ക് പ്രിയപ്പെട്ടവരും ചേർന്ന് പുലയാട്ട് നടത്തുകയാണ് ഇപ്പോഴും. ഇതിന്റെ സൂത്രധാരക ഫാൻസി ഡ്രസ് ഇട്ട് 50 വയസ്സായിട്ടും 20 വയസ്സുകാർ കാണിക്കുന്നത് പോലെ ബൈക്കിന്റെ പുറത്ത് കയറി വിദേശ രാജ്യത്ത് മഞ്ഞുമലയിൽ ഓടിക്കുന്നത് വാർത്തകളിൽ കാണിക്കുന്നു. ക്രൂരയാണ് ഇവരെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സും ഓഫാണ്. 2025 ഡിസംബർ 8-നാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നത്. 8ാം പ്രതിയായിരുന്നു ദിലീപ്. കുറ്റവിമുക്തനായി. 6 പേർ കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. 20 വർഷം തടവ് ശിക്ഷയാണ് ഓരോരുത്തർക്കും. കോടതി വിധിയിൽ അതിജീവിത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്ന് താൻ മനസ്സിലാക്കിയെന്ന് അതിജീവിത തുറന്നടിച്ചു. വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് തീരുമാനമെന്നും കോടതി വിധി കേട്ട് ദിലീപ് ഏറെ കാലത്തിന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വലിയ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന്
മഞ്ജു പറഞ്ഞിടത്ത് നിന്നാണ് ഗൂഢാലോചന കേസ് ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥനും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു, മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അത് പ്രചരിപ്പിച്ചു. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എന്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്റെ കൂടെ നിന്നവരോടെല്ലാം നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഡിഫൻസ് ചെയ്ത അഭിഭാഷകരോടുള്ള ആത്മാർത്ഥമായ നന്ദി പറയുന്നു എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ സർക്കാർ ഉടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് അഭിഭാഷക TB മിനി പറഞ്ഞു. താൻ പല കാര്യങ്ങളും തുറന്നു പറയും, എന്നാൽ അപ്പീൽ പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ദിലീപ് കേസിൽ നീതിയുക്തമായിട്ടാണോ കോടതി സമീപിച്ചത് എന്നതാണ് അപ്പീലിൽ ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുകയെന്നും TB മിനി പറഞ്ഞിരുന്നു. അന്നും ഇന്നും ദിലീപിനെതിരെ ധാരാളം തെളിവുകളുണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്റെ അയൽപ്പക്കത്തെ ഒരാള് അന്ന് വിധി പറഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, എടോ കോട്ടയിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്താണ് തെളിവില്ലാതായേ എന്ന്, പ്രതിയെ വെറുതെ വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയേ എന്ന്. അന്നു മുതൽ ഇന്നു വരെയും എയറിൽ നിന്ന് താഴേക്ക് വരാത്ത ഒരാളാണ് ഞാൻ. ദിലീപും ദിലീപിന്റെ ആൾക്കാരും സംഘടിതമായ രീതിയിൽ ഏതാണ്ട് 250ഓളം ചാനലുകൾ വെച്ച് ഞാൻ പറഞ്ഞതോ പറയാത്തതോ അല്ലെങ്കിൽ പറഞ്ഞ സെന്റൻസുകളുടെ ഇടയിലുള്ള വാചകങ്ങളോ ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കുകയാണ്. മഞ്ജു വാര്യർ മദ്യപാനിയാണെന്ന് ഞാൻ പറഞ്ഞുവെന്നാണ് പറയുന്നത്. പച്ചക്കള്ളമാണ്. യൂട്യൂബ് ചാനലുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ഈ പ്രചരണങ്ങളിലൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. കാരണം ഞാനൊരു കേസിന് വേണ്ടി നിന്നയാളല്ല. കേവലമായ ഒരു വക്കീലായി നിൽക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ കേവലം ഒരു വക്കീലാവാൻ വേണ്ടി ആയിരുന്നില്ല നിയമബിരുദം നടത്തിയത്. എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെയും സാമൂഹിക പ്രവർത്തനത്തിനെയും ഗുണകരമാക്കുന്ന രീതിയിൽ എന്റെ തൊഴിലിനും കൂടി വേണ്ടിയാണ് ഞാൻ വക്കീൽ പണി സ്വീകരിച്ചത്. ഒരു കാലഘട്ടത്തിലും ഞാൻ കേവലം ഒരു വക്കീലായി ഇരുന്നിട്ടില്ല. ഇത്തരം കേസുകളിൽ ഞാൻ ഇരകളോടൊപ്പമാണ്. ആളുകൾ ചോദിക്കുന്ന ചോദ്യം, സാധാരണ ക്രിമിനൽ കേസുകളിൽ പ്രതികൾ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടുപോവുക എന്നത് സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം സർക്കാരിനും പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷൻ ടീമും ശരിയായ രീതിയിൽ തെളിവുകൾ കൊടുക്കാത്തത് കൊണ്ടാണ് അത് വിട്ടുപോയതെന്നാണ് എല്ലാവരും പറയുക. പക്ഷേ ഈ കേസിൽ മാത്രം എന്തുകൊണ്ടാണ് എല്ലാവരും ജുഡീഷ്യറിക്ക് എതിരായിട്ടുള്ള സംസാരം പല സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി ഹാജരായ ഒരാൾ എന്ന നിലയിൽ ഇതിന്റെ ക്യാമറ പ്രൊസീഡിംഗ്സിൽ നടന്ന കാര്യങ്ങൾ ഞാൻ പറയും. പക്ഷേ ഇപ്പോൾ പറയുന്ന സമയം ആയിട്ടില്ല. കാരണം നമ്മൾ ഒരു അപ്പീൽ ഫയൽ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ കാര്യങ്ങൾ പറയാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള അവകാശമുണ്ടാകുക. വിധിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംശയിക്കുന്നു എന്ന് വെച്ചാൽ 2017 മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുഡീഷ്യറിക്ക് വീഴ്ച പറ്റിയെന്നതുകൊണ്ടാണ് ഈ സംശയം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഈ കേസിൽ ഞങ്ങൾ അപ്പീൽ കൊടുക്കുമ്പോഴും ഞങ്ങളുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് നീതിയുക്തമായിട്ടാണോ അല്ലെങ്കിൽ ഫെയർ ആയിട്ടാണോ എവിഡൻസുകളെ കോടതി പരിശോധിച്ചത് എന്ന വിഷയം തന്നെയായിരിക്കും ഞങ്ങൾ അപ്പീലിൽ ഉയർത്തുക എന്നും TB മിനി പറഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.